നമസ്കാരം. നമ്മുടെ പ്രകൃതി ഒരു അത്ഭുതമാണ്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയിലാകട്ടെ മറ്റ് ഗ്രഹങ്ങളിലാകട്ടെ അതിനെക്കുറിച്ചായി പിന്നെയുള്ള പഠനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ. അങ്ങനെ ഈ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകതകളുടെ ഉറവിടം തേടിയുള്ള യാത്രയാണ് ഇന്ന് ശാസ്ത്ര ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലതിനെ അന്ധവിശ്വാസങ്ങളായും ചിലതിനെ അർത്ഥവിശ്വാസങ്ങളായും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനൊക്കെ പിന്നിൽ ഒരു ശാസ്ത്രീയത ഉണ്ട്, ഒരു ശാസ്ത്രീയ സത്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ മരുഭൂമികളെക്കുറിച്ച് നമുക്കറിയാം. കൊടും ചൂടാണ് മരുഭൂമികളിൽ. നമ്മുടെ നാട്ടിലുമുണ്ട്, രാജസ്ഥാനിലുമൊക്കെയുണ്ട് മരുഭൂമികൾ. അറബ് നാടുകളിൽ മരുഭൂമികളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമുണ്ട്. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ഉഷ്ണ കാലാവസ്ഥയായിരിക്കും മരുഭൂമിയിൽ അനുഭവപ്പെടുക. കൊടും മഞ്ഞ് പെയ്യുമ്പോഴും ഉഷ്ണം അനുഭവപ്പെടുന്ന മരുഭൂമികൾ ഉണ്ട്. മിതമായ ചൂടുള്ള താപനിലയുള്ള മരുഭൂമികൾ ഉണ്ട്. അങ്ങനെ മരുഭൂമികൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് ഒരു വലിയ മാറ്റത്തിന് വഴിവെച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മരുഭൂമിയുടെ ആ ഒരു സ്ഥിതി തന്നെ മാറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ നിന്ന് നാം ചിന്തിക്കുന്നത്. അവിചാരിതമായി മരുഭൂമിയിൽ ഒരു മഴ പെയ്യുന്നു. അത് മതി മരുഭൂമിയിൽ പൂക്കൾക്ക് വിടരാൻ. എങ്ങും പൂക്കൾ. മരുഭൂമി ഒരു പൂന്തോട്ടമായി മാറുന്ന അത്ഭുത കാഴ്ചയാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയിലാണ് ഈ ഒരു മരുഭൂമി പൂന്തോട്ടമായി മാറിയത്. ചിലിയിലെ അറ്റക്കാമ എന്ന മരുഭൂമിയിലാണ് ഈ ഒരു പൂന്തോട്ടം. ഗ്വാൻകോ ഫീറ്റ് എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇവിടെ പൂവിട്ടത്, പുഷ്പിച്ചത്. കാലാവസ്ഥാ പ്രതിഭാസമായ എൽ നിനോ മൂലമുള്ള മഴ. എൽ നിനോ മൂലമുള്ള മഴയെക്കുറിച്ച് നമ്മളും കേരളവും ചർച്ച ചെയ്തിരുന്നു. എൽ നിനോ പ്രതിഭാസം മൂലം ഇത്തവണ മഴ കൂടുതൽ കിട്ടും. എൽ നിനോ, ലാ നിനോ പ്രതിഭാസം മൂലം കൂടുതൽ ചൂട്, എൽ നിനോ പ്രതിഭാസം മൂലം കൂടുതൽ മഴ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ എൽ നിനോ മൂലമുള്ള മഴയാണ് അറ്റക്കാമയിലെ മരുഭൂമിയിൽ പെയ്തിറങ്ങിയത്. 1,00,000-ലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അറ്റക്കാമയിൽ അപൂർവമായി മാത്രമാണ് മഴ പെയ്യുന്നത്. അങ്ങനെ പെയ്ത മഴയിലാണ് കലങ്ങളായി മരുഭൂമിയിലെ ആ മണലിനടിയിൽ ഉറങ്ങിക്കിടന്ന ആ പുഷ്പങ്ങളുടെ വിത്തുകൾ പൊട്ടിമുളച്ച് അതൊരു പൂന്തോട്ടമായി മാറിയത്. മുൻപ് ഇങ്ങനെ മഴയുണ്ടായിരുന്നപ്പോഴെല്ലാം അത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു സാധാരണ പെയ്തിരുന്നത് അറ്റക്കാമ മരുഭൂമിയിൽ. ലോകത്തെ ഏറ്റവും വരണ്ട മേഖലയാണ് ഈ മരുഭൂമി. ആ വരണ്ട മേഖലയിലാണ് എൽ നിനോ പ്രതിഭാസം മൂലം ഒരു കുളിർമഴ പെയ്തത്. അതൊരു പൂന്തോട്ടമായി മാറിയത്. സാധാരണഗതിയിൽ വസന്തകാലത്ത്, സ്പ്രിംഗ് സീസണിൽ വർഷങ്ങളുടെ ഇടവേളകളിൽ പൂക്കൾ പൂക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ മഞ്ഞുകാലത്തും പൂക്കൾ പൂക്കുന്ന അവസ്ഥയാണ് നമുക്ക് ആ മരുഭൂമിയിൽ കാണാൻ കഴിയുന്നത്. ഏപ്രിൽ മാസത്തിൽ ഏതാണ്ട് 11 മുതൽ 12 മില്ലിമീറ്റർ മഴ ഇവിടെ പെയ്തു എന്നാണ് ചിലി നാഷണൽ ഫോറസ്ട്രി കോർപ്പറേഷൻ്റെ ജൈവ വൈവിധ്യ സംരക്ഷണ വിഭാഗം അറിയിക്കുന്നത്. പ്രദേശം മുഴുവൻ മേഘാവൃതമായതിനാൽ മരുഭൂമിയുടെ പ്രതലം ഈർപ്പമുള്ളതായി. ഇത് ചെടികൾ സജീവമാകാൻ, അല്ലെങ്കിൽ ചെടികൾ മുളച്ചു പൊങ്ങി പൂവിടാൻ കാരണമായി. വെള്ളം ആവശ്യമില്ലാത്തതും മണൽ നിറഞ്ഞ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായ ഗ്വാൻകോ ഫിറ്റ് എന്ന ഈ ചെടിയാണ് ഇവിടെ പുഷ്പിച്ചത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ എന്തും സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. നാം സത്യം പറഞ്ഞാൽ പ്രകൃതിയെയാണ് ദൈവമായി കണക്കാക്കേണ്ടത് എന്ന് പലരും പണ്ടൊക്കെയുള്ള ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇത്. ഒരു മരുഭൂമി പൂന്തോട്ടമായി മാറുന്നു ഒരു മഴ പെയ്തപ്പോഴേക്കും. അതും മഴ പെയ്യാത്ത വരണ്ട ഇടങ്ങളിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ മണലിനടിയിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ പൊട്ടിമുളച്ച് അറ്റക്കാമ മരുഭൂമിയെ പൂന്തോട്ടമാക്കി മാറ്റി.